നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യൻ ടീമിൽ ആരൊക്കെ ഉണ്ടായിരിക്കും? ഇപ്പോൾ ഒളിമ്പിക് അസോസിയേഷന് ഇന്ത്യ സമർപ്പിച്ചിട്ടുള്ള 30 അംഗ ലിസ്റ്റിൽ വൈഭവ് സൂര്യവംശി, അതുപോലെ തന്നെ സഞ്ജു സാംസൺ, ശ്രേയസ് അയ്യർ തുടങ്ങിയവർ ഉൾപ്പെട്ടിരിക്കുന്നു എന്നാണ് PTIയുടെ റിപ്പോർട്ട്. അതേസമയം ഏകദിന ക്യാപ്റ്റൻ ശുഭൻ ഗില്ലും T20I ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ഈ ലിസ്റ്റിലില്ല എന്നുള്ള വിവരം കൂടി വന്നിട്ട് നമ്മൾ വിശദമായിട്ട് ലിസ്റ്റൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഏഷ്യൻ ഗെയിംസ് മത്സരങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ ഇവിടെ ഇന്ത്യക്ക് വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള സീരീസ് കളിക്കാനുണ്ട്. സ്വാഭാവികമായിട്ടും 2 ടീമുകളെ പ്രഖ്യാപിക്കേണ്ട ഒരു അവസ്ഥ അവിടെ വരുന്നുണ്ട്. 2 കാര്യങ്ങൾ ഒരുമിച്ച് നടക്കുന്നത് കൊണ്ട് വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള സീരീസിൽ 8 വൈറ്റ് ബോൾ ഗെയിംസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ 3 ODI മത്സരങ്ങൾ, 5 T20I മത്സരങ്ങൾ. സെപ്റ്റംബർ 27 മുതൽ ഒക്ടോബർ 17 വരെയുള്ള കാലഘട്ടത്തിലാണ് ആ ഒരു മത്സരം കളിക്കേണ്ടത്. സോ അതിൽ കളിക്കുന്ന താരങ്ങൾ സ്വാഭാവികമായിട്ടും ഏഷ്യൻ ഗെയിംസിൽ ഉണ്ടാവില്ല. അപ്പോൾ ഏഷ്യൻ ഗെയിംസിനുള്ള സ്ക്വാഡിൽ ഉള്ള താരങ്ങൾ ഈ കളികൾ കളിക്കാനും ഉണ്ടാവില്ല. അപ്പോൾ 2 ടീമിനെ പ്രഖ്യാപിക്കേണ്ടി വരും. ഏഷ്യൻ ഗെയിംസ് സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെയാണ് ഇത്തവണ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഗെയിംസ് നടക്കുന്നത് ജപ്പാനിലാണ്. ഏതായാലും ആരൊക്കെയാണ് ഈ ഒരു ലിസ്റ്റിലുള്ളത് നോക്കാം. 30 അംഗ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് യശസ്വി ജയ്സ്വാൾ, അഭിഷേക് ശർമ്മ, വൈഭവ് സൂര്യവംശി, ഇഷാൻ കിഷൻ, സഞ്ജു സാംസൺ, ശ്രേയസ് അയ്യർ, ഋഷഭ് പന്ത്, ഹാർദിക് പാണ്ഡ്യ, റിങ്കു സിംഗ്, തിലക് വർമ്മ, ജസ്പ്രീത് ബുംറ, അക്സർ പട്ടേൽ, അർഷ്ദീപ് സിംഗ്, കുൽദീപ് യാദവ്, നിതീഷ് കുമാർ റെഡ്ഡി, പ്രസിദ്ധ് കൃഷ്ണ, വരുൺ ചക്രവർത്തി, അനുകൂൽ റോയ്, ആയുഷ് ബദോനി, ഹർഷ് ട്യൂബെ, ധ്രുവ് ജുറൽ, ഖലീൽ അഹമ്മദ്, ഋതുരാജ് ഗെയ്ക്വാദ്, രവി ബിഷ്ണോയി, ഷഹബാസ് അഹമ്മദ്, ശിവൻ ദ്യൂബെ, വിപ്രാജ് നിഗം, ഹർഷിത് റാണ, യാഷ് താക്കൂർ, വാഷിങ്ടൺ സുന്ദർ. ഏഷ്യൻ ഗെയിംസിൽ T20I ഫോർമാറ്റിലാണ് കളി നടക്കുക എന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വൈഭവ് സൂര്യവംശിക്ക് ഇന്ത്യൻ ടീമിൽ അരങ്ങേറ്റം കുറിക്കാനുള്ളൊരു അവസരം ഇതിലൂടെ ലഭിച്ചേക്കും. ഇനി അതല്ല, അതിനു മുമ്പ് ഇംഗ്ലണ്ടിനെതിരെയുള്ള സീരീസൊക്കെ ഉണ്ട്, അതിലൊക്കെ അദ്ദേഹത്തിന് അവസരം ഇപ്പോഴേ കൊടുക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. ഏതായാലും ഇന്ത്യ A ടീമിലേക്ക് അദ്ദേഹത്തെ ഓൾറെഡി ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഇനി ഇപ്പോൾ ഈ ഒരു സ്ക്വാഡിനെ സംബന്ധിച്ചിടത്തോളം ഈ 30 അംഗ ലിസ്റ്റ് കൊടുത്തെന്ന് പറഞ്ഞാൽ അതല്ല ഫൈനൽ സ്ക്വാഡ്. അന്ന് 15 പേര് അല്ലെങ്കിൽ 16 പേരായിരിക്കും ഈ ഒരു ഫൈനൽ സ്ക്വാഡ് ലിസ്റ്റിൽ വരിക. അപ്പോൾ ഇതൊരു പ്രാഥമിക ലിസ്റ്റ്, പ്രിലിമിനറി ലിസ്റ്റ് എന്ന രൂപത്തിൽ ഒളിമ്പിക് അസോസിയേഷന് സമർപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ക്യാപ്റ്റൻസി കാൻഡിഡേറ്റ്സ് സ്വാഭാവികമായിട്ട് ഏഷ്യൻ ഗെയിംസിനുള്ള ലിസ്റ്റിൽ സഞ്ജു സാംസൺ മുൻപന്തിയിൽ തന്നെയുണ്ട്. ശ്രേയസ് അയ്യരും തിലക് വർമ്മയുമുണ്ട്. ഋഷഭ് പന്തിന് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ക്യാപ്റ്റൻസി കൊടുക്കാനുള്ള സാധ്യതയില്ല. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.